ഹലോ ഗൈസ്, ഇതൊരു വരുമാനം കിട്ടുമെന്നുള്ള ഒരു ഐഡിയ ഇല്ല. ചുമ്മാ ഒരു ഇഷ്ടത്തിൻ്റെ കയ്യിൽ തുടങ്ങിയത്. എൻ്റെ അടുത്ത് ഇങ്ങനെ വയസ്സായ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കൂലേ, മക്കളെ വീട് വെച്ചില്ലേ, ഇനി കല്യാണമല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചോദിക്കാറുണ്ട്, അമ്മച്ചി 10-90 ആയില്ലേ, മരിക്കണ്ടേ എന്ന് ചോദിക്കണ്ടേ. ആർത്തിയില്ല ഒന്നിനോടും. ആഹാരത്തിനോട് എനിക്ക് ആർത്തി ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വേറെ ഒന്നിനോടും അങ്ങനെ ആർത്തിയില്ല. ഇനി എന്താണ് മാറ്റം വരുത്താനായിട്ട് കോണ്ടന്റ് ക്രിയേഷനിൽ? എൻ്റെ സ്വഭാവത്തിൽ എനിക്കൊരിക്കൽ കമൻ്റ് ഉണ്ടായിരുന്നു, ഗംഗ എപ്പോഴും മുതുക്ക് പറഞ്ഞാണ്, ഗംഗയ്ക്കൊരു മുതുക്ക് ചെറുക്കനെ കിട്ടട്ടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഭഗവാനി തന്ത വൈബ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിലൊരു പുള്ളിക്കാരൻ 90s പുള്ളിക്കാരൻ പറയുന്നുണ്ട്, കാട്ടിൻ്റെ അവിടെ നിന്ന് മാറി നിൽക്ക്, ഇത് പാമ്പൊക്കെ ഉള്ളതാണെന്ന്. അത് ഒരു കെയറിങ് ആണ്. ചില മീഡിയസിൽ കണ്ടിട്ടുണ്ട്, ഒരു ആംഗിൾ വയ്ക്കും അവർ. ഇപ്പം നമ്മൾ ഇത്ര ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ അടിയുന്ന ഒരു ആംഗിൾ വയ്ക്കും. അങ്ങനെ ഒരു ടൈപ്പ് വീഡിയോ എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. പെട്ടെന്നൊരു പാപ്പരാസി കൾച്ചർ എന്ന് വേണമെങ്കിൽ പറയാൻ തോന്നുന്നു. അത് സ്റ്റാർട്ട് ചെയ്തു. മുമ്പൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. ബന്ധങ്ങൾ ദൂരെ നിന്നാൽ എപ്പോഴും നല്ലതായിരിക്കും. ഗതികെട്ട് പോലീസിന് വെച്ചാലും വരില്ല. നിങ്ങൾക്ക് മനസ്സിലായി, ആരെങ്കിലും ഒക്കെ ഒരാൾ മരിക്കും. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ അനിയത്തി, ഏതെങ്കിലും ഒരാൾ മരിക്കണമെങ്കിൽ ഞങ്ങൾ കൂട്ടത്തോടെ മരിക്കേണ്ടി വരും. എന്നും അമ്മയുടെ ഹോപ്പ് ഞങ്ങളായിരുന്നു. അത് വെറുതെ ആയില്ല അങ്ങനെ ഒരു ഹോപ്പ് അമ്മയ്ക്ക് ഉണ്ടായത്. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു ഇന്റർവ്യൂ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. നമുക്കപ്പോൾ ഇന്നുള്ളത് ഗ്ലാമി ഗംഗയാണ്. വെൽക്കം. ഹലോ ഗൈസ്. ഞാൻ എന്താ പറയുക, ഇത്രയും നല്ലൊരു ഇൻട്രോ കണ്ടത്, പവർ പാക്ക് ഇൻട്രോ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാമിയുടെ അതേ സ്റ്റൈലിൽ ഒന്ന് കോപ്പി ചെയ്യാനായിട്ട് ശ്രമിച്ചതാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടായിരുന്നു. ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു, സമാധാനമായിട്ട് പോകുന്നു. ഇങ്ങനെ ഒറ്റവാക്കി എത്താൻ പറയില്ല, കുറച്ച് അടിപൊളിയായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ പോകുന്നു, അത്രേ ഉള്ളൂ. ഫാമിലിക്ക് എങ്ങനെ പോകുന്നു? അമ്മ അനിയത്തിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഗ്ലാമി എനിക്കൊന്ന് 4 വർഷങ്ങൾക്ക് മുൻപാണ് അല്ലെ? 4 വർഷമായില്ലേ? 4 വർഷമായില്ലേ? 4 വർഷം. 2000 ഞാൻ ഇങ്ങനെ തപ്പി 2020 ആദ്യമായിട്ട് ഒരു ബോയ് ഒക്കെ വെച്ച് ഞാൻ പുതിയ ചാനൽ തുടങ്ങുന്നത്. ഒരു 4 years ഓഫ് ജേർണിയാണ്. അതിനിടയ്ക്ക് ഒരു 3 years ആയപ്പോ എനിക്ക് തോന്നുന്നു 1 million ക്രോസ് ചെയ്തു. അത് ഭയങ്കര വലിയ ഹ്യൂജ് ആയിട്ടുള്ളൊരു ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ അവരാരും ഇപ്പോഴും സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള, മേ ബി ഗ്ലാമിയേക്കാളും മുൻപ് തന്നെ എന്താണ് കുറെ കാലം ഈ ഫീൽഡിലുള്ള ആളുകൾ തന്നെ ആ ഒരു 1 million എത്താൻ ഒരുപാട് ടൈം എടുത്തവരുണ്ട് ആൻഡ് സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളവരുണ്ട്. പക്ഷെ ഗ്ലാമി പെട്ടെന്ന് ആ ഒരു അച്ചീവ്മെന്റ് ഇല്ല, സംഭവം ഇല്ല. കാരണം ഇപ്പൊ എന്തെന്നറിയോ, ഇപ്പൊ ഷോർട്സ് വന്നപ്പോ ഇപ്പം നമുക്ക് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും കൂടും. പക്ഷെ ഇപ്പോൾ ഉള്ള നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളവർക്ക് 1 വർഷം 6 മാസം കൊണ്ട് 1 million ഫോളോവേഴ്സ് ആവണവരുണ്ട്. ബ്യൂട്ടി എനിക്ക് അറിഞ്ഞൂടാ, അല്ലാതാവുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു 3 വർഷം വലിയ ടൈമാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് നല്ല ടൈം എടുത്തു. നല്ല ടൈമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു 7 years ആയിട്ടൊക്കെ എടുത്തവരുണ്ട്. ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനൊരു 5-6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അതിന് ശേഷമാണ് ഷോർട്സ് വന്നത്. അതിന് ശേഷമാണ് ടക്കന 1 million കയറി. എനിക്ക് യൂട്യൂബിൽ ഈ ഷോർട്സ് വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ട്. ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്. എങ്ങനെയാണ് ഈ കോണ്ടന്റ് ക്രിയേറ്റിംഗ് ഈ ഒരു മേഖല എങ്ങനെയാ കാണുന്നത്? സംഭവം അറിയോ, ടിക്ടോക്ക് ആയിരുന്നു മെയിൻ. എന്ന് രാവിലെ എൻ്റെ എക്സ്പ്രഷൻ ഇടും. എനിക്ക് ഒരുങ്ങിയാണ്, വേറെ ഒരു പരിപാടിയില്ല. കോവിഡ് ടൈമിൽ പഠിക്കുകയില്ല. പഠിച്ചു കഴിഞ്ഞ് എക്സാം ടൈം ആകുമ്പോൾ, കാരണം എക്സാം ഡേറ്റ് നീട്ടി പോവാണ്. അപ്പോൾ എക്സാം ടൈം ആകുമ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എക്സാം ടൈം എപ്പോഴാവണം, അപ്പോൾ ഒരാഴ്ച മുമ്പ് പഠിച്ചാൽ മതിയല്ലോ. അങ്ങനെയാണല്ലേ, തലേ ദിവസം പഠിച്ചാൽ മതിയല്ലോ, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ബോറിടരുത്, എപ്പോഴും ഒരേ കാര്യം തന്നെ. മെയിനായിട്ട് ഞാൻ കുക്കിങ്ങിൽ ഇറങ്ങി വീട്ടിൽ. പക്ഷെ അതും എനിക്ക് ബോറായി തുടങ്ങി. ചക്ക വറ്റൽ, അരി വറുത്ത് പൊടിച്ചത് വീട്ടുകാർക്ക് അതൊരു ശല്യമായി തുടങ്ങി. അപ്പോഴാണ് പിന്നെ ഞാൻ ടിക്ടോക്കിലോട്ട് ഇറങ്ങി. അപ്പൊ നോക്കിയപ്പോ ഒരുങ്ങി ഡ്രസ്സൊക്കെ ഇട്ട് അത് കൊള്ളാം, ആ പരിപാടി കൊള്ളാം. അപ്പൊ ടിക്ടോക്ക് ബാൻ. അപ്പൊ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. അപ്പൊ നേരെ യൂട്യൂബിലോട്ട് ഇറങ്ങി. യൂട്യൂബിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇപ്പൊ ആരെങ്കിലും കണ്ടിട്ടാണോ, അതായത് ഇന്ന ഒരാള് ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇൻസ്പിറേഷൻ ഇല്ല, കാരണം ഞാൻ അങ്ങനെ എല്ലാം അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല. പക്ഷേ ഞാൻ ഓഫ് കോഴ്സ് നമ്മൾ വരാൻ പറയല്ലോ, നമ്മൾ ഇപ്പം നിലവിലുള്ളവരെല്ലാവരും നമ്മൾ ചാനൽ എടുത്ത് നോക്കും. ഇപ്പം ഞാൻ ഉണ്ണി ചേച്ചി, അസ്വി ചേച്ചി, ബ്രഷ് വിത്ത് ആഷ്, ശരണ്യ, നന്ദകുമാർ, അപ്പം ഞാൻ ഇവരെയൊക്കെ നോക്കിയിട്ടുണ്ട്. കരിമഷി ലവർ, അപ്പം ഇവരുടെയൊക്കെ ചാനൽ ഞാൻ കാണുമായിരുന്നു. അപ്പം അതിന് മുമ്പും വേറെ
ഇപ്പം വേറെ അല്ലാതെ ഈ ബ്യൂട്ടി വ്ളോഗിൽ അവരെയൊക്കെ സ്ഥിരമായിട്ട് കാണും. അപ്പൊ ഇവരെയൊക്കെ ഒന്ന് നോക്കും, റെഫറൻസ് ഒക്കെ നോക്കും, അവരൊക്കെ അതായത് ഇതൊരു പ്രൊഫഷൻ ആക്കാമെന്ന് എപ്പോഴെങ്കിലും ആ സമയത്ത് ചിന്തിച്ചിരുന്നു? അത് ചുമ്മാ രസത്തിന് ഇല്ല, എനിക്ക് ഒരിക്കലും അറിഞ്ഞില്ല ഇതിൽ നിന്നൊരു വരുമാനമുള്ള കാര്യം. എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ക്യാമറ എടുത്ത് ഇങ്ങനെ ഫോൺ എടുത്ത് വയ്ക്കണം, ക്യാമറയെ നോക്കി സംസാരിക്കണം, പ്രോഡക്റ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം, തലയൊക്കെ കുടി കൈയൊക്കെ ഇട്ടായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കണം, ഈ ഒരു ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നെയാണോ ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഞാൻ അറിയണത്. കാരണം ഒരിക്കലും ഇതുവഴി എന്നെ നാളെ കുറച്ച് പേര് അറിയും, അല്ലെങ്കിൽ ഇതുവഴി വരുമാനം കിട്ടുമെന്നുള്ള ഒരു ഐഡിയ ഇല്ല. ചുമ്മാ ഒരു ഇഷ്ടത്തിന്റെ കയ്യിൽ തുടങ്ങിയത്. ചുമ്മാ ഒരു മീഡിയം കിട്ടിയപ്പോ അവിടെ നിന്ന് അല്ലേ ഈ ടിക്ടോക്ക് ഒക്കെ ചെയ്യണ പോലെ രസം എന്നുള്ള രീതിയിൽ അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പൊ ഈ ശരണ്യ അതേപോലെ നസ്വി ഇവരെയൊക്കെ കണ്ടാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞോ. പക്ഷെ ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് അവരുമായിട്ടൊക്കെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ പോകുന്നത്, അത് ഭയങ്കര അങ്ങനെ കണ്ട് വളർന്നൊരു കുട്ടി, ആ കുട്ടി അവരുടെ കൂടെ ഒരു യാത്രയൊക്കെ പോകുന്നു, അല്ലെങ്കിൽ അതിന് ആ ഒരു ഇൻഡസ്ട്രിയുടെ പാർട്ട് ആവുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് കാണുന്നത്? സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഇവര് ഇതിലല്ലേ കാണുന്നത്, ഇതിൽ ഇത് യൂട്യൂബിൽ കണ്ടിട്ട് സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഞാൻ നേരെ കാണുന്നത് ഇവരെല്ലാവരും മലപ്പുറത്ത് വെച്ചിട്ട് ഒരു പരിപാടിക്കാണ് കാണുന്നത്. അന്ന് എനിക്ക് വിശ്വസിക്കും, ഞാൻ വീട്ടിൽ നിന്നൊക്കെ ചിരിച്ചോണ്ടൊക്കെയാണ് ഇവരെ കാണും. ഞാൻ എങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഞാൻ എങ്ങനെ സംസാരിക്കും, എൻ്റെ അങ്ങനെ സംസാരിക്കും, ഭയങ്കര ഇതിലാണ് പോകുന്നത്. അപ്പം എനിക്കൊരു ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു, ഇനി ഇവർ ജാടയായിരിക്കുമോ, ലൈക്ക് ബിഗിനർ അല്ലേ, അപ്പം അങ്ങനത്തെ ഒരു രീതിയിലേ കാണുള്ളൂ എന്നൊക്കെ. പക്ഷേ സീരിയസ്ലി അന്ന് ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായി. ഇവരെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. എനിക്ക് ശരണ്യയാണ് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു അറ്റാച്ച്മെന്റും ഒരു ഇഷ്ടമൊക്കെ തോന്നിയത് ശരണ്യ എടുത്ത്. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ശരണ്യ എടുത്ത് പറഞ്ഞു. എനിക്ക് തോന്നുന്നു നല്ലൊരു ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ ലൈഫിൽ നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫീമെയിൽ ഫ്രണ്ട്സ് വരുമ്പോൾ തന്നെ നമ്മുടെ കുറേ പ്രശ്നങ്ങൾ മാറും അല്ലേ? അപ്പൊ അങ്ങനെ കുറെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഇപ്പൊ ഉണ്ട്. കാരണം എന്താണെന്നറിയോ, മുമ്പ് ഞാൻ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. അതായത് 6ാം ക്ലാസ് മുതൽ +2 വരെ ഗേൾസ് സ്കൂളിൽ. അപ്പം അതിൻ്റെതായിട്ടുള്ള എല്ലാ വൃത്തികെട്ട ഡ്രോബാക്കുകളും എനിക്കുണ്ട്. എനിക്ക് ആദ്യം സ്കൂൾ കഴിഞ്ഞിറങ്ങിയപ്പം കോളേജിൽ, മിക്സഡ് കോളേജിൽ, അപ്പം എനിക്ക് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാം പയ്യന്മാരുടെ അടുത്ത്. എനിക്ക് ഒന്നുകിൽ ഞാൻ ഓവറായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും ഊമള കണക്ക്, അല്ലെങ്കിൽ എനിക്ക് ഈ നടുക്ക് നിർത്തിയുള്ള പരിപാടി അറിഞ്ഞോളൂ, അല്ലെങ്കിൽ ഓവറാക്കി ചളവാക്കും, അങ്ങനെയായിരുന്നു. പിന്നെയാണ് ഓക്കെ ഇത് ഇങ്ങനെയാണ് ഡീൽ ചെയ്യണമെന്ന് പഠിച്ചത്. കാരണം അങ്ങനത്തെ ഇതുണ്ട്. പിന്നെ നമ്മളൊരു ഗേൾസ് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ പൊന്നു എനിക്ക് അറിഞ്ഞൂടോ, ടോക്സിസിറ്റിയുടെ അങ്ങേ അച്ചാണ് ഗേൾസ് സ്കൂളിൽ. ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, എനിക്കൊരു കൊച്ചുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരിക്കലും ഞാനൊരു ഗേൾസ് സ്കൂളിലോ ബോയ്സ് സ്കൂളിലോട്ട് ചേർക്കില്ല, ഇല്ല, മിക്സഡ് സ്കൂളിലേ പഠിപ്പിക്കുള്ളൂ. അതങ്ങനെയാണ്. കാരണം ഗേൾസ് സ്കൂളിൽ പഠിച്ചാൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ നമുക്കുണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് എങ്ങനെ പെരുമാറണമെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ അതിന് വേറെ പല പേരുകൾ, ടീച്ചേഴ്സ് ഉൾപ്പെടെ. ഓഫ് കോഴ്സ്. കാരണം എനിക്കിപ്പോഴും ഞാൻ ഈ +2 ഡിഗ്രിയിലൊക്കെ +2 സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുന്ന സമയത്ത് നഖം വളർത്തും. നമ്മൾ നഖം വളർത്തുമല്ലോ, ഇപ്പം വലിയ ഫേക്ക് നെയിൽസ് ഒക്കെ ഉള്ളത്, അന്ന് അങ്ങനെയല്ലോ നഖം വളർത്തും. അപ്പോൾ എൻ്റെ കസിൻസൊക്കെ നഖം വളർത്തണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ടീനേജിൽ എൻ്റെ ഈ നഖമൊക്കെ വളർത്തി നെയിൽ പോളിഷ് ഇട്ടില്ലെങ്കിൽ പോലും നഖമൊക്കെ വളർത്തി നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കൊരു പരീക്ഷോ, നമുക്കൊരു സന്തോഷമാണ് ഇത് സംഭവം. ടീനേജിലുണ്ടാകുന്ന ഒരു ഫീമെയിൽ ഒരു സംഭവമാണത്. അപ്പം എനിക്കത് ഭയങ്കര സംഭവമായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് വളരാത്ത നഖം എങ്ങനെയൊക്കെയോ വളർത്തിയെടുത്തതും ടീച്ചർമാർ ഗംഗി നഖം വെട്ടണം, ഈ നഖം നീട്ടി വളർത്തി നമ്മൾ ബസ് സ്റ്റാൻഡിലൊക്കെ നിന്ന് സംസാരിക്കുമ്പോൾ ആണുങ്ങൾ നമ്മളിൽ ആകർഷിതരായി നമ്മൾ പഠിത്തം മുടക്കും. ഒരു മെച്ചി പറയൂലേ കുട്ടിച്ചാത്തൻ സേവനം, ആണുങ്ങൾ അങ്ങനെ നമ്മൾ പഠിത്തം മുടക്കുമെന്ന്. അങ്ങനെ ഒരുപാട് സെക്കൻഡ് സ്റ്റഡ് കുത്തിയിട്ടുണ്ടായിരുന്നു. ഇത്രയും കുത്തുന്നതിന് മുന്നേ ഒരെണ്ണം കുത്തി തീർന്ന് എനിക്ക് റെഡ് മാർക്കൊക്കെ ഇട്ടവർ വരച്ചിട്ടേനെ, ഈ കുട്ടി ശരിയല്ല, എന്നും അഡ്മിഷൻ കൊടുക്കാൻ. ഈ കമ്മലിന് തൊട്ട് സെക്കൻഡ് സ്റ്റഡ് സാധാരണ, അത് ഞാൻ +2 പഠിച്ചപ്പം കുത്തിയതാണ്. എൻ്റെ വീട്ടിൽ ആർക്കും പ്രശ്നമില്ല. എൻ്റെ കസിനാണ് കൊണ്ടുപോയി കുത്തിച്ചത്, ഒരു പ്രശ്നമില്ല. പക്ഷേ എൻ്റെ ടീച്ചറിന് ഇത് ഭയങ്കര സീനാണ്. അങ്ങനെ ഞാൻ കുറേ നാൾ ഈക്കിലിട്ട് രഹസ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഈക്കിലിടും, സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കമ്മലെടുത്തിടും. അങ്ങനെയായിരുന്നു സ്ഥിരമുള്ള പരിപാടി. ഇപ്പോഴാണ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു സംഭവം, നല്ല ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് വന്നാൽ നമുക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യണം. എനിക്ക് ഇപ്പോഴാണ്. കാരണം ഇപ്പോൾ ഉള്ള ഒരു ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, മോശമാണെങ്കിൽ മോശമെന്ന് പറയും, പരസ്പരം സപ്പോർട്ട് ചെയ്യും. അതൊക്കെ എനിക്ക് ഇപ്പോഴാണ് കിട്ടുന്നത്. മുമ്പ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു. മുമ്പ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പെണ്ണുങ്ങൾ
പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ ശത്രു, പെണ്ണിൻ്റെ ഏറ്റവും വലിയ ശത്രു പെണ്ണാണെന്നുള്ള ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പം എനിക്കിപ്പം റൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ നമുക്കത് തോന്നും എല്ലാവരും അങ്ങനെയല്ല, ചിലർ മാത്രമാണ് അങ്ങനെ. ചിലരും നമ്മളുടെ നല്ലതും ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളെ വളർച്ചയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സന്തോഷിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സപ്പോർട്ടാണ്. ഓൾറെഡി എനിക്ക് തോന്നുന്നു ഗംഗ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, വളരെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. ആയിരുന്നു. അത് ഇപ്പൊ ഒരു മാറ്റം. അങ്ങനെയല്ല, ആദ്യമൊക്കെ ഞാൻ വഴി നിൽക്കണവരൊക്കെ പിടിച്ചു നിർത്തി സംസാരിക്കുമായിരുന്നു. ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക്, എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കഴിഞ്ഞ് അടുത്തിരിക്കണവരൊക്കെ ഞാൻ സംസാരിപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ശൂന്യം ചെയ്യണം, മോശമല്ലേ, ചിലപ്പോൾ മേ ബി അയാൾക്ക് സംസാരിക്കാതെ പീസ്ഫുള്ളായിട്ട് പോകുന്നതായിരിക്കാം ഇഷ്ടം. ഞാൻ ഈ കിടന്ന് ബഹളം വെച്ച് ഹൈപ്പർ ആക്റ്റീവ് കാണിച്ച് ബഹളം വയ്ക്കേണ്ടെന്ന് എനിക്കിപ്പം തോന്നി. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ചൊന്ന് എന്തുവാണ്, ആവശ്യമുള്ളിടത്ത് സംസാരിക്കാം, ആവശ്യമില്ലാത്തടത്ത് മിണ്ടാതിരിക്കാം എന്നുള്ള നിലയിലോട്ടെ. പക്ഷെ സംസാരിക്കും. ഇപ്പം തന്നെ ഇവരെയൊക്കെ പിടിച്ചെടുത്ത് സംസാരിച്ചില്ല, ഞാൻ സംസാരിക്കും. ഫാമിലി എല്ലാ സമയത്തും അമ്മ, പ്രത്യേകിച്ച് ഞാൻ എല്ലാ ഇന്റർവ്യൂസ് നോക്കുന്ന സമയത്ത് അമ്മയെ പറ്റി പറയാത്ത ഒരു സ്ഥലങ്ങളാണ്. അമ്മയ്ക്ക് വേണ്ടി ഒരു 4 വർഷത്തിന് മുൻപുള്ള ഗംഗയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ഇന്ന് ഗംഗയ്ക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഞാനപ്പം അമ്മയായിട്ടുള്ള വീഡിയോസ് കണ്ട സമയത്ത് അമ്മയ്ക്ക് ആദ്യമായിട്ട് പാദസരം വാങ്ങിക്കൊടുത്തതാണെങ്കിലും, അമ്മയും കൊണ്ട് ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നു. അത് പല ഗേൾസിന് ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് അങ്ങനെ ഒരു ഇത് കിട്ടാറില്ല, ആ ഒരു അവസരം കിട്ടാറില്ല. പലരോടും നേരത്തെ കല്യാണം കഴിച്ച് സെറ്റിൽ ആവാൻ പറയാറുണ്ട്. പക്ഷേ ഗംഗ അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പിന്നീട് ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റിൽ നൗ യു ആർ ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഫാമിലി. ആക്ച്വലി അമ്മയെ നോക്കുന്ന സംഭവം വെച്ചാൽ അത് പണ്ടേ ഉള്ളൊരു ഒരു സംഭവമാണ്, മൈൻഡിലൊരു ഫിക്സ് ചെയ്തു വെച്ചുള്ളൊരു കാര്യമാണ്. കാരണം എൻ്റെ അച്ഛൻ അമ്മ ഒരിക്കലും നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തിട്ടില്ല. അമ്മയല്ല, ഞങ്ങളെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഇതായിരുന്നു, എനിക്കൊരു വരുമാനം ഉണ്ടാകുമ്പോൾ അമ്മ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ പറ്റണം, ഏറ്റവും നന്നായിട്ട് കൊടുക്കണം. ഇപ്പം അനിയത്തിയിലും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അനിയത്തിക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ അത് അവൾ ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കും. ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് പൈസ വന്നുകൊണ്ട്, ഒരു വരുമാനം വന്നുകൊണ്ട് എനിക്ക് അമ്മയ്ക്ക് പാദസരമായാലും കമ്മലായാലും ഒക്കെ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി. അതിന് മുന്നേ എനിക്ക് അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് അമ്മയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും സ്നേഹിക്കില്ല, പക്ഷേ മുമ്പ് വരുമാനമൊന്നും ഇല്ലായിരുന്ന സമയത്തും എനിക്ക് അന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്നേഹിക്കുക, അമ്മേരെ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക, അമ്മേരെ കൂടെ നിൽക്കുക, ഒരു തുണയായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടായിട്ട് അമ്മേരെ കൂടെ നിൽക്കുക. അതായിരുന്നു എനിക്ക് അന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇപ്പം എനിക്കൊരു ഇൻകം വന്നപ്പോഴത്തേക്ക് നമുക്ക് പൈസ കൊണ്ട് വാങ്ങിട്ട് അവരാഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, കൊലുസ്, ഇപ്പം അങ്ങനെയൊന്നും ഇന്ന് അവർ അമ്മേൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നടുത്ത് പോകണം, ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകണം, ഇന്നത് വേണം, ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ചിലപ്പോൾ ഏതെങ്കിലും ചുരിദാറൊക്കെ കാണുമ്പോൾ കളർ കാണാൻ പറയും, ഇനി എടുക്കുമ്പോൾ ഇന്നൊരു കളർ എടുക്കണം ഇന്നൊക്കെ പറയണല്ലാതെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്കൊന്നും നമ്മളിട്ട് ഇങ്ങനെ ആർത്തി പിടിച്ച് ചോദിക്കുന്നില്ലല്ലോ ഒരു കാര്യവും. അപ്പം നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്തു കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം അവർക്ക് സന്തോഷിക്കണ കാണുമ്പം, എൻ്റെ അമ്മ ഇത്രയും വർഷം ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്താക്കിയിട്ട് അമ്മയ്ക്ക് വേറൊരു ലൈഫ് നോക്കി പറയണം. ഇപ്പോൾ ഉള്ളവരങ്ങനെയാണ്. അവരെപ്പോഴും ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല, അവരെപ്പോഴും അവരുടെ ലൈഫാണ്. അപ്പോഴാണ് അവർ കുറച്ചുകൂടെ അവരുടെ ലൈഫ് ബെറ്റർ ആക്കാൻ നോക്കുകയാണ്. ഇപ്പം ഡിവോഴ്സായിട്ട് വേണമെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് മക്കളെ ആക്കിയിട്ട് പുള്ളിക്കാരിക്ക് വേറെ കാര്യം നോക്കി വേറെ മാരേജ് ചെയ്യാം. കാരണം എൻ്റെ അമ്മയ്ക്ക് സെക്കൻഡ് മാരേജ്, എൻ്റെ അച്ഛൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സെക്കൻഡ് മാരേജ് ഓപ്ഷനായിട്ട് വന്നതാണ്. പക്ഷേ വേറൊരു സെക്കൻഡ് മാരേജിന് പോയിട്ടില്ല. കാരണം സെക്കൻഡ് മാരേജ് ആയിരുന്നെങ്കിൽ മേ ബി ഞങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആ ഒരു ടൈമിൽ. ഇപ്പം ഞങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് ആ ഒരാളെ അക്സെപ്റ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ പറ്റിയെന്ന് വരില്ല. പക്ഷെ അതിനൊന്നും നിൽക്കാതെ അമ്മ ഞങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അപ്പം ഏറ്റവും ബെസ്റ്റ് ഹാപ്പി ആയിട്ട് വയ്ക്കുക, എന്താണോ ചെയ്തു കൊടുക്കാൻ പറ്റുക അത് ചെയ്തു കൊടുക്കണം. അവരെല്ലാവരും ആരായാലും നമുക്ക് ജീവിച്ചിരിക്കുന്ന കാലം വരെ അവർക്ക് നല്ല ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. മരിച്ചു കഴിഞ്ഞിട്ട് അയ്യോ എനിക്കിഷ്ടമായിരുന്നു, എനിക്കതൊന്നും സമയം കിട്ടിയില്ല, എനിക്ക് ഒന്നിനും പറ്റിയില്ല എന്ന് മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുഴിമാടത്തി ചെന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ജീവിച്ചിരിക്കുന്ന സമയം ആരായാലും, അത് അമ്മയായാലും അനിയത്തിയായാലും ആരായാലും മാക്സിമം ഹാപ്പി ആയിട്ട് വയ്ക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. കൊലുസ് വെളുത്തതിനകത്ത് നമ്മ പറയുന്നുണ്ട്, എൻ്റെ അതിൻ്റെ 2 ദൈവം എനിക്ക് തന്നതാണ് എൻ്റെ 2 മക്കളും എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ആസ് എ ഡോട്ടോ അല്ലെങ്കിൽ ഒരു മകനും ആയിക്കോട്ടെ മകളും ആയിക്കോട്ടെ, അത് വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഭയങ്കര വലിയ കോംപ്ലിമെന്റ് ആണ്. അതെ, അങ്ങനെ പറയുന്ന ഒരു അമ്മയിലേക്ക്, അമ്മയ്ക്ക് ഈ ഒരു കുറേ ട്രോമാസ് കാര്യങ്ങളും ഡൊമസ്റ്റിക് വയലൻസ് ഫേസ് ചെയ്യുന്ന സമയത്തും അമ്മയ്ക്ക് എന്നും ഹോപ്പ് ഉണ്ടായിരുന്നത് ഗംഗയും അതേപോലെ തന്നെ അനിയത്തിയും ആണെന്ന് പറയണ്ടായി. ആ ഒരു സമയത്തെ പറ്റി ഒന്ന് പറയാൻ പറ്റും? അത് സംഭവം എന്താണെന്നറിയോ,
അപ്പം നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ പറയുമായിരുന്നു അമ്മ ഒന്നെങ്കിൽ നമുക്ക് ചാവാം, അല്ല ഇങ്ങനെ വരുമായിരുന്നു കറക്റ്റായിട്ട് ഇങ്ങനെ മരിക്കാന്നല്ല ചാവാം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. അപ്പം അമ്മ പറയുന്നത് എവിടെ പോയാലും പുള്ളിക്കാരൻ നമ്മൾ അന്വേഷിച്ച് വരും, നമുക്ക് ഒരിക്കലും സമ്മാനം കിട്ടൂല, നമ്മൾ ജീവിക്കാൻ സമ്മതിക്കില്ല, ഇവിടെ കിടന്ന ചുറ്റും റിലേറ്റീവ്സ് എങ്കിലും ഉണ്ട് എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒരിക്കലും നമ്മൾ രക്ഷപ്പെടാൻ പോണില്ല, ഒരു കാരണവശാലും രക്ഷപ്പെടും. ഇപ്പം എനിക്കറിയാം അപ്പം എൻ്റെ കസിൻസൊക്കെ പറയുമായിരുന്നു ഇപ്പം ഞാനായാലും എൻ്റെ അനിയത്തിയായാലും കല്യാണം കഴിച്ച് പോയാൽ ഞങ്ങൾ രക്ഷപ്പെടുമായിരിക്കാം. മേ ബി നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയാൽ മേ ബി എനിക്കിങ്ങനെ ഒരു ഡൊമസ്റ്റിക് വയലൻസോ ഒന്നും ഞാൻ ഫേസ് ചെയ്യേണ്ടി വരില്ലായിരിക്കാം. പക്ഷേ എൻ്റെ അമ്മ ഇപ്പോഴും അവിടെ കിടന്ന് നരകിക്കേണ്ടി വന്നേനെ. പക്ഷെ അമ്മ പറയുന്നത് നിങ്ങൾ പഠിക്കണം, ഒരു ജോലി വാങ്ങണം, നിങ്ങൾക്കൊരു വരുമാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാം എന്ന് പറയുമായിരുന്നു. പക്ഷേ അതിന് മുന്നേ ഞങ്ങൾക്ക് പോവേണ്ടി വന്നു. കാരണം അത്രയും ഇതായപ്പോൾ ഞങ്ങൾക്ക് കാരണം ഞങ്ങൾക്ക് മനസ്സിലായി ആരെങ്കിലും ഒക്കെ ഒരാൾ മരിക്കും, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അനിയത്തി, ഏതെങ്കിലും ഒരാൾ മരിക്കണമെങ്കിൽ ഞങ്ങൾ കൂട്ടത്തോടെ മരിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് ഉറപ്പായപ്പോഴാണ് ഞങ്ങൾക്ക് പോവേണ്ടി വന്നത്. അപ്പം ഞങ്ങൾക്ക് എന്നും അമ്മയുടെ ഹോപ്പ് ഞങ്ങളായിരുന്നു. പക്ഷെ അത് അത് വേസ്റ്റ് ആയില്ല, അത് വെറുതെ ആയില്ല അങ്ങനെ ഒരു ഹോപ്പ് അമ്മയ്ക്ക് ഉണ്ടായത്. അത് കറക്റ്റായിട്ട് തന്നെ എങ്ങനെയൊക്കെ വന്നു ശരിയായി. ഈ ഡൊമസ്റ്റിക് വയലൻസ് കണ്ട ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽ നിന്ന് വന്ന ഒരാൾ എന്നുള്ള ഒരു ഇതിൽ നിന്ന് വരുന്ന ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ എന്താണ് പറയാനുള്ളത്? ലൈക്ക് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റും. സോ ഇറ്റ്സ് നോട്ട് ഈസി. നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളായിരിക്കും, നമ്മൾ ബ്ലഡ് റിലേഷൻസ് ഉണ്ടാവും, പക്ഷെ സ്റ്റിൽ വി ഡോണ്ട് ഹാവ് ടു, നമുക്കത് എല്ലാം സഹിച്ച് നിൽക്കണമെന്നില്ല. ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു, അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ, ടോക്സിക് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അത് പുറത്തടക്കാൻ ഭയങ്കര പാടാണ് അല്ലെ? എനിക്ക് തോന്നുന്നു കുറെ നാളെടുത്തിട്ടുണ്ട് ഗംഗ തന്നെ. നമുക്ക് നമ്മളാ ഈ ചൈൽഡ്ഹുഡിൽ നമ്മളെ ബാധിക്കുന്നില്ലേ, നമ്മൾ വിചാരിക്കും നമ്മൾ കുറച്ച് വളരുമ്പം എല്ലാം ശരിയാവുന്നില്ല, നമ്മൾ ഒരു ടൈം ആകുമ്പോൾ നമ്മളിത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും, നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ബെസ്റ്റ് ചൈൽഡ്ഹുഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല ചൈൽഡ്ഹുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ വളരുന്ന വ്യക്തിക്ക് നല്ല ഭയങ്കര മെൻ്റൽ ഹെൽത്തും അവരെയൊക്കെ നല്ലതായിരിക്കും. മറ്റേത് നമ്മൾ ഒരുപാട് ട്രോമ, നമുക്ക് പല കാര്യത്തിൽ ഓവർ തിങ്കിങ് വരും, നമുക്ക് പല കാര്യത്തിൽ പേടിയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം എനിക്ക് എല്ലായിടത്തും നല്ല ബെസ്റ്റായിട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ നല്ലൊരു ചൈൽഡ്ഹുഡ് കൊടുക്കുക. പിന്നെ ഈ ഡൊമസ്റ്റിക് വയലൻസ് മുമ്പൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലി സിറ്റുവേഷൻ വെച്ചാൽ എല്ലാവർക്കും നാണക്കേടായിരുന്നു. എൻ്റെ ഇപ്പം അമ്മയുടെ ഫാമിലിക്കായാലും നാണക്കേടായിരുന്നു. കല്യാണം കഴിച്ച് വിട്ടിട്ട് 2 പെൺമക്കളുമായിട്ട് അവൾ വന്ന് വീട്ടിൽ നിൽക്കുന്നു, അത് ഭയങ്കര നാണക്കേടായിരുന്നു എല്ലാവർക്കും, മോശമാണ്. അപ്പം കൂടെ ഞങ്ങൾ കണക്ക് എൻ്റെ അമ്മ എടുത്തിട്ട് അടിക്കും, പ്രശ്നമായിട്ട് വരും, വീണ്ടും മുത്തീർപ്പാക്കും, തിരിച്ചു പോകും. ഒരു 10-12 തവണ ഞങ്ങൾ വരും പോവും. ഇതായിരുന്നു ഞങ്ങളുടെ സ്ഥിരം പരിപാടി. ഓർമ്മ വെച്ച നാളുമില്ല, എനിക്ക് 4ാം ക്ലാസ്സിലാണ് എനിക്ക് കറക്റ്റ് ഐഡിയ ഉള്ളത്. ഓർമ്മ വെച്ച നാളുമിൽ ഒരു 18 വയസ്സ് വരെ ഇത് തന്നെയായിരുന്നു സ്ഥിരം പരിപാടി ആയിരുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ കളയുക, നമ്മളെ കാര്യം നോക്കി പോവുക. ഇന്നത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് ഒരു ഇതുണ്ട്, ഇപ്പം പോലീസായാലും നമുക്കൊരു ഇതുണ്ട്, ഒരു ഹെൽപ്പുണ്ട്, ലോയുടെ ഒരു ഹെൽപ്പുണ്ട്. മുമ്പ് അങ്ങനെയല്ല, ഞങ്ങൾ ഗതികെട്ട് പോലീസിന് വിളിച്ചാലും വരില്ല. കാരണം ഞാൻ സ്ഥിരം വിളിക്കുമായിരുന്നു, ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ അമ്മയെ കൊല്ലും, ഒന്ന് വരുമോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിളിക്കുമായിരുന്നു. വന്നിട്ടേയില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ, ഇപ്പം വരും. ഇപ്പോൾ ഒരു പ്രശ്നമാണെങ്കിൽ പോലീസായാലും ഒരു ഹെൽപ്പുണ്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ജോലിക്ക് പോവാം, സേഫായിട്ടൊരു സ്ഥലത്ത് ജോലിക്ക് പോവാം. മുമ്പ് അങ്ങനെയല്ലല്ലോ, സേഫായിട്ട് നമുക്ക് അങ്ങനെ ഒരു ജോലിക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ ഇപ്പം നമുക്ക് ജീവിക്കാനുള്ള മാർഗമുണ്ട്. അപ്പം പിന്നെ നമ്മൾ ഈ ടോക്സിസിറ്റിയെ നമ്മൾ സഹിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും വേണ്ട, നമ്മൾ ഡിസേർവ് ചെയ്യുന്നിടത്ത് മാത്രം നിൽക്കുക, നമ്മൾ ഡിസേർവ് ചെയ്യാത്തടത്ത് നിൽക്കരുത്. കാരണം അത് പിന്നെ നമുക്ക് തോന്നും ഈ വെറുതെയാണ് നമ്മൾ ആ ടൈം വേസ്റ്റ് ചെയ്തത് അയാൾക്ക് വേണ്ടിയിട്ട്. കാരണം ഇപ്പം എനിക്ക് തോന്നാറുണ്ട് നമ്മൾ വെറുതെയാണ് എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ആ ഒരു ടൈം വേസ്റ്റ് ചെയ്തത്. അത്രയും വർഷം, 20 എത്രയോ വർഷം അല്ല 10-19 വർഷം എൻ്റെ അമ്മ വെറുതെ വേസ്റ്റ് ചെയ്തു. ഈ 19 വർഷക്കാർ എനിക്ക് തോന്നുന്നു ഗംഗ ഉണ്ടായതിനു ശേഷം എത്ര വർഷത്തിന്? എൻ്റെ അമ്മ 17 വയസ്സിൽ കല്യാണം കഴിച്ചു. 17 വയസ്സിൽ 18ാം വയസ്സിൽ ഞാൻ ജനിച്ചു. അന്ന് മുതൽ അമ്മ കല്യാണം കഴിഞ്ഞ് 3ൻ്റെ മുതൽ പ്രശ്നമാണ്, 3 ദിവസം കഴിഞ്ഞ മുതൽ ഇഷ്യൂസാണ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നതുകൊണ്ട്, അതായത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ എടുത്ത് പറയാനല്ല, പക്ഷെ കേസുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഫേസ് ചെയ്ത ഒരാളായിരിക്കും, അവർ തിരിച്ചു വരുന്നു, പിന്നെ ഇവരെ കൺവിൻസ് ചെയ്യാണ്, ഇയാള് ലൈക്ക് ഈ ഡൊമസ്റ്റിക് അബ്യൂസർ തന്നെ ഇവരെ കൺവിൻസ് ചെയ്യുന്നു, തിരിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് ഇവര് മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇവർ വീണ്ടും ഒരു ചാൻസ് കൊടുക്കുകയാണ്.
ആൻഡ് ഇതൊന്നും നടക്കുന്നില്ല, തിരിച്ചു തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മേ ബി എനിക്ക് ട്രോമ ബോണ്ടിങ് എന്ന് വേണമെങ്കിൽ പറയായിരിക്കും. ആ ഒരു കൈൻഡ് ഓഫ് ഫുള്ളി അതിന്റെ മെഡിക്കൽ ആസ്പെക്റ്റിലല്ല ഞാൻ പറയുന്നത്, ട്രോമ ബോണ്ടിങ് പോലെയുള്ള അവസ്ഥകളിലൂടെ പലരും കടന്നു പോകുന്നുണ്ട്. സോ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഇതിൽ തളഞ്ഞു കിടന്നിട്ടുണ്ടായിരുന്നു? ഓഫ് കോഴ്സ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെ 10 വർഷം ഞങ്ങൾ പോകും വരും പോകും വരും പോകും വരും. കാരണം ഞങ്ങൾക്ക് ഹോപ്പുണ്ടായിരുന്നു മേ ബി ഈ പ്രാവശ്യം ശരിയാവും, ഇപ്രാവശ്യം ശരിയാവും. കാരണം ഞങ്ങൾക്ക് ഈ പുള്ളിക്കാരനെ ഉപേക്ഷിക്കണമെന്നോ കളഞ്ഞിട്ട് പോകണമെന്നോ ഒന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങൾക്ക് ശരിയായി വന്നാൽ മതി, ശരിയാക്കി എടുത്താൽ മതി. എനിക്കൊരച്ഛൻ വേണം, എനിക്ക് നല്ലൊരു അച്ഛൻ വേണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ശരിയാകുമെന്നുള്ള. പക്ഷെ നമുക്കൊരു ടൈം നമുക്ക് മനസ്സിലാവും ഇത് വർക്കാവില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇത്രയും പ്രാവശ്യം എടുത്ത്. പക്ഷെ ഞാൻ ഇപ്പം വേണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു തവണ ഒരാൾക്ക് ഒരു ചാൻസ് കൊടുക്കാം. ഒരു തവണ ഒരാൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി, ഒരു ചാൻസ് കൂടെ കൊടുക്കാം. പിന്നെയും അയാൾക്കൊരു ചാൻസ് കൊടുക്കരുത്, കളയുക. അത് അവിടെ ഡ്രോപ്പ് ചെയ്യുക. നമ്മളെ അവർക്ക് തോന്നാതെ ഇല്ല. ഇപ്പം എനിക്കറിയാം, എൻ്റെ അച്ഛൻ നന്നാവാൻ വേണ്ടിയിട്ട് പൂജ, ഭസ്മം കലക്കി കൊടുക്കുക, അങ്ങനെ പല പരിപാടികളും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫാമിലിയിൽ തന്നെ. അച്ഛൻ്റെ ഫാമിലിയിൽ തന്നെ പല ടൈപ്പ് ഭസ്മം കലക്കുക, അവിടെ പോവുക, അവിടെ നേർച്ച, ഇവിടെ നേർച്ച, പൊങ്കാല, അങ്ങനെ ഇങ്ങനെ നേർച്ചയോട് നേർച്ച, ജപിച്ച് കെട്ടുക അല്ലേ. നേരായിട്ടില്ല. അയാൾ വിചാരിക്കണം നേരെയാവണമെന്നുള്ളത്. അയാൾ വിചാരിക്കാതെ നീ എത്ര ഭസ്മം കളിക്കുന്നു പറഞ്ഞാൽ ഉണ്ടാണ് കേട്ടോ. പണ്ടെന്ന് പറയുമ്പോൾ ഒരു 10-15 വർഷം മുമ്പുള്ള കാര്യമാണ് പറയണത്. അപ്പം അത്രയും ഇങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പം പിന്നെ ഒന്ന് ആലോചിക്കുക. അമ്മയോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ? എല്ലാവരുടെ അടുത്തും, ഗംഗയോടും അനിയത്തിയോടും എല്ലാവരും, പുള്ളിക്കാരൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്തും എല്ലായിടത്തും ഇങ്ങനെയാണ്. നമ്മുടെ അടുത്ത് മാത്രമല്ല. ട്രോമ ബോണ്ടിങ്ങിന്റെ കാര്യം നമ്മൾ പറയണ്ട, ഇതിനെ ഓവർകം ചെയ്ത് ഇപ്പം ഒരു അതിൽ നിന്ന് എനിക്കൊന്ന് ആ ഒരു സമയത്ത് തന്നെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല? അല്ല, അത് കഴിഞ്ഞിട്ടൊരു ലൈഫ് എങ്ങനെയായിരുന്നു? ലൈക്ക് 3 സ്ത്രീകൾ മാത്രമായിട്ടുള്ളൊരു ഞങ്ങൾ കുടുംബ വീട്ടിൽ, അമ്മയുടെ ഫാമിലി വീട്ടിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഒബ്വിയസ്ലി അറിയാമല്ലോ, മറ്റേ നമ്മൾ ബന്ധങ്ങൾ ദൂരെ നിന്നാൽ എപ്പോഴും നല്ലതായിരിക്കും. അടുത്ത് വരുമ്പം പ്രശ്നമാണ്. പിന്നെ ഞങ്ങൾക്ക് ചെറിയ വീടാണ്. അപ്പോൾ അവിടെ ഏകദേശം അപ്പൂപ്പൻ, അമ്മുമ്മ, 2 മാമാർ, ഒരു വൈഫ്, മൂത്ത ആളുടെ വൈഫ്, 2 കുഞ്ഞുങ്ങൾ, ഇപ്പം എൻ്റെ കസിൻസ് ഞാൻ കാണിക്കൂലേ, മുറപ്പ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്, അവന്മാർ 2 പേര്, ഞങ്ങൾ 3 പേര്. കാരണം അത്രയും ചെറിയ വീട്ടിൽ ഇത്രയും പേരുണ്ട്. അപ്പോൾ കിടക്കാൻ സ്ഥലമില്ല, കുളിക്കാൻ സ്ഥലമില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ വണ്ടി സൗകര്യമില്ല, ക്ലാസ്സിന് പോയിട്ട് വന്ന് 9 മണിയാകുമ്പോൾ വീടെത്താൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് വീട് മാറുന്നത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പം എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഗംഗയുടെ ലൈഫിൽ ഞാനിങ്ങനെ ഞാനൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതായത് there is a light at the end of the tunnel എന്ന് പറയുന്നത്. അതായത് വലിയൊരു ഇരുട്ട് നിറഞ്ഞ ഒരു സ്പേസിൽ നിന്ന് അതിന്റെ അങ്ങേയറ്റത്തൊരു ലൈറ്റ് ഉണ്ടാവും. ആ ഒരു ലൈറ്റ് ഉള്ള ഒരു ഏറയിലാണ്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലാണ്, ജീവിതത്തിൽ ഒരുപാട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഗംഗ ഇപ്പോൾ പോകുന്നത്. പിന്നെ ഒരു വലിയ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചൊരു കാലം പിന്നിലുണ്ട്. അവിടെ നിന്ന് ഈ ഒരു ലൈറ്റ്, അതൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ലൈറ്റ് എത്തും എന്നുള്ളൊരു. ഹോപ്പിനൊന്നും എനിക്ക് അന്നും ഇന്നും ഒരു കുറവില്ല. ഇപ്പോഴും ഒരു ഹോപ്പുണ്ട്. കാരണം എനിക്ക് അറിയാം, ഞാനും അനിയത്തിയും പഠിക്കും. അപ്പോൾ പഠിച്ചിട്ട് ഞങ്ങൾക്കൊരു ജോലി കിട്ടും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് അങ്ങ് തീരും. പിന്നെ ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വെച്ചാൽ ഞങ്ങളങ്ങനെ ആർത്തിയില്ല ഒന്നിനോടും. ആഹാരത്തിനോട് എനിക്ക് ആർത്തി ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വേറെ ഒന്നിനോടും അങ്ങനെ ആർത്തിയില്ല. ഇപ്പം പൈസയ്ക്കായാലും എനിക്കിങ്ങനെ ഭയങ്കര കുറേ പൈസ വേണം. പണ്ട് മുതൽ എൻ്റെ ഒരു സ്വഭാവം വെച്ചാൽ ഞാൻ ഒരു സാധനം ഫിക്സ് ചെയ്ത് വയ്ക്കും, എനിക്കത് മതി, അതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കൂല. 10ാം ക്ലാസ്സിൽ എല്ലാവരും 10A+ വാങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 8A+ മതി, എനിക്കത് മതി, അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട, 8A+ മതി. അതേ കണക്ക് ഞാൻ 8A+ വാങ്ങിച്ച്. അത് കഴിഞ്ഞിട്ട് +2 ആയപ്പം എൻ്റെ ആഗ്രഹം 4A+, 2A അല്ലെങ്കിൽ ഒരു B+, 2B+ ആയാലും കുഴപ്പമില്ല. പക്ഷേ പണിപാളി 3A+, 3A ആയി. പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമില്ല, കാരണം ഞാൻ അത്രയൊക്കെ ആഗ്രഹിക്കുള്ളൂ. അപ്പം ഇപ്പോഴും അങ്ങനെയാണ്. ചെറിയ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം, എനിക്ക് ഓവറായിട്ട് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ചെറിയ ആഗ്രഹങ്ങളിൽ സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളത്. ചെറിയ
എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണ് സന്തോഷം. അത് പണ്ടും അങ്ങനെയാണ്. ടിൽ നൗ ഞങ്ങൾ ലോട്ടറി എടുത്തിട്ടില്ല. കാരണം എനിക്ക് ലോട്ടറി എടുത്ത് വരണ പൈസ വേണ്ട. പക്ഷെ അത് ആ പൈസ മോശമെന്നാണ്, അങ്ങനെയല്ല. എനിക്കിങ്ങനെ കഷ്ടപ്പെട്ട്, അതിപ്പോഴും അങ്ങനെയാണ് കേട്ടോ, എനിക്കിങ്ങനെ കഷ്ടപ്പെട്ട് ഇപ്പം ഞാൻ പഠിച്ച് എനിക്ക് ആ പഠിക്കുന്നതിൻ്റെ കഷ്ടപ്പാട് ഞാൻ അറിയണം. ഞാൻ ഇത്രയും ഉറക്കം എണീറ്റ് പഠിച്ചിട്ടാണ് എനിക്ക് ഇന്ന ജോലി കിട്ടിയത് എന്നെനിക്ക് ആ ഒരു സംഭവം എനിക്ക് വേണം. അതിപ്പോഴായാലും എനിക്ക് എഡിറ്ററിനെ ഞാൻ വെച്ചിട്ടില്ല, വീഡിയോഗ്രാഫർ ഇല്ല, എല്ലാം ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ചില സമയത്ത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒരാളുണ്ട്. അപ്പോൾ ചില സമയത്ത് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു നിർബന്ധമാണ്. ഞാൻ കഷ്ടപ്പെട്ട് വെളുക്ക എഡിറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ കണ്ണൊക്കെ ചെയ്യുന്നത്. കാരണം എൻ്റെ ഹാർഡ് വർക്ക് അതാണ്, എനിക്കതാണ് ഇഷ്ടം. എനിക്ക് ആ ഒരു കഷ്ടപ്പെട്ട് ഒരു ജോലി ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ്. എനിക്കങ്ങനെ ഇപ്പം നമ്മൾ ലോട്ടറി എടുക്കുന്ന പണിയെന്ന് വെച്ചാൽ ഒരു ചെറിയ പൈസ കിട്ടും. പക്ഷെ എനിക്ക് ആ പൈസ ഇപ്പോഴും അതുകൊണ്ട് വെച്ചാൽ ഞാനൊരു ലോട്ടറി എടുക്കില്ല. അപ്പം ആർക്കെങ്കിലും എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കും ശരി അടിക്കട്ടെ, അവർക്ക് അടിക്കട്ടെ, അടിക്കട്ടെ. പക്ഷെ എനിക്കങ്ങനെ അടിക്കണ്ട, ലോട്ടറി വേണ്ട, ഞാൻ കഷ്ടപ്പെടും. ഇപ്പം എനിക്ക് കമൻറ്റിലൊരു യൂട്യൂബ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓഫ് കോഴ്സ് ഞാൻ വേറെ ജോലിക്ക് പോകും. കാരണം ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്ററി കോഴ്സ് പഠിച്ചതാണ്. ഓഫ് കോഴ്സ് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് കയറും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകും. കാരണം എനിക്ക് പഠിക്കാനും പോകാനുള്ള ഒരു ഇതുണ്ട്, ഒരു ജോലിക്ക് പോകാനുണ്ട്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ അന്തസ്സായിട്ട് ഒരു ചെരുപ്പ് കടയോ ഫുട്പാത്തിൽ ചെരുപ്പൊക്കെ ഇട്ട് വരിക, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാലും ഞാൻ സർവൈവ് ചെയ്യും. തട്ട് കിട്ടിയാലും ഞാൻ സർവൈവ് ചെയ്യും. കാരണം എനിക്ക് ആ ഒരു സർവൈവിങ് ഇതുണ്ട്. എങ്ങനെ എത്ര കഷ്ടപ്പെട്ടായാലും എനിക്ക് വരണം എന്നുള്ളൊരിതുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ചെറുതായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറുതിൽ സന്തോഷം കണ്ടെത്തുന്നു. അപ്പം അന്ന് മുതലേ ആ ഹോപ്പ് അതാണ്. നമുക്കൊരു വരുമാനം വരുന്നു, നമ്മൾ രക്ഷപ്പെടുന്നു. നമുക്ക് ഭയങ്കര ലക്ഷറി ലൈഫൊന്നും വേണ്ട. ഇപ്പോഴാണ് ബ്രാൻഡൊക്കെ അറിയാന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക്ക് എത്രയുള്ള ക്രൈസ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ അങ്ങനെയൊന്നുമില്ല. ഇത് കഷ്ടപ്പെടാൻ റെഡിയാണ്. അപ്പൊ പിന്നെ ജീവിക്കും. തള്ള വൈബ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പൊ ആളുകൾ എല്ലാരും പറയുന്നത് അത് മോശമാണോ ശരിക്കും? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്താണ് ഗംഗ മനസ്സിലാക്കുന്നത് തള്ള വൈബ്? എനിക്കൊരു മെച്യൂരിറ്റി ആണെന്ന് തോന്നുന്നു. അന്ന് ഇപ്പോൾ ഉള്ള ആൾക്കാർ ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് വന്നപ്പോൾ ഒരു കോണ്ടന്റ് കണ്ടായിരുന്നു. പുട്ടുകുറ്റി അവരുടെ ഒരു യൂട്യൂബ് ചാനൽ ഒരു കോണ്ടന്റ് ഉണ്ടായിരുന്നു. അവരൊരു തന്ത വൈബ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിലൊരു പുള്ളിക്കാരൻ 90s പുള്ളിക്കാരൻ പറയുന്നുണ്ട്, കാട്ടിൻ്റെ അവിടെ നിന്ന് മാറി നിൽക്കി ഇത് പാമ്പൊക്കെ ഉള്ളതാണെന്ന്. അപ്പം അത് ഒരു കെയറിങ് ആണ്, ഓപ്പോസിറ്റ് ചെയ്യാത്തൊരു കെയറിങ് ആണ്. അതൊരിക്കലും തന്ത വൈബല്ല. പക്ഷേ 20s നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നത്, 20s കുറ്റം പറഞ്ഞല്ല, തോന്നുന്നത് ഇതൊരു തന്ത വൈബാണ് എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു കെയറിങ് ആണ്. കെയറിങ് അല്ലെങ്കിൽ അത് കുറച്ച് മെച്യൂരിറ്റിയാണ്. മറ്റേതല്ല ഞാൻ ഉദ്ദേശിച്ച ടോക്സിക് അതല്ല, കുറച്ച് മെച്ചോർഡായിട്ട് ബിഹേവ് ചെയ്യുന്നവർ തള്ള വൈബ് എന്ന് പറയുമായിരിക്കും, അല്ലെങ്കിൽ തന്ത വൈബ് എന്ന് പറയുമായിരിക്കും. ആ ഒരു മെച്യൂരിറ്റി കൈവരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഇല്ല. നമുക്ക് കാരണം കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്യോർഡായിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല പരിപാടി. ഉണ്ട്. കാരണം എനിക്കുണ്ടായിരുന്നു വെപ്രാളമായിരുന്നു. എനിക്ക് എല്ലാ കാര്യത്തിനും വെപ്രാളം അറിയാമോ? മീൻസ് വെപ്രാളമായിരുന്നു എനിക്ക്. എന്ത് കാര്യത്തിനും ഒരു എടുത്തുചാട്ടം, ചാടിക്കേറി വെപ്രാളപ്പെട്ട് എല്ലാം കൊളാക്കി വെച്ചിട്ട് ഇറങ്ങി വരും. പക്ഷെ നമ്മൾ സമാധാനമായിട്ട് ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സമാധാനമായിട്ട് ചെയ്യാം. മുമ്പൊക്കെ ഞാൻ തുടണേനും പിടിക്കണേനും എല്ലായിടത്തും ദേഷ്യപ്പെടും. സൈഡിൽ കൂടെ പോയടുത്തോടെ എനിക്ക് ദേഷ്യമൊന്നും വിചാരിച്ചിട്ട് ഇതിനാണ് എന്തോ ദേഷ്യപ്പെട്ടത്. പക്ഷെ ഇപ്പം എനിക്ക് ദേഷ്യം ഇല്ലാതെ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റണുണ്ട്. ദേഷ്യം എന്ന് വെച്ചാൽ അമ്മ ദേഷ്യം കുനിച്ചീർത്ത് ഇടിക്കും. ഞാൻ ഇടിക്കും, ഒല്ലൊക്കെ വിളിച്ചോണ്ട് പോടാന്നൊക്കെ പോടീന്നൊക്കെ വിളിച്ചോണ്ട് അങ്ങനെയൊക്കെ പോകുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് സമാധാനപരമായിട്ട് ഈ മരുഭൂമിയിൽ മഴ പെയ്യൂലേ, അത്രയും സമാധാനപരമായിട്ട്, അല്ലെങ്കിൽ മറ്റേ പോളോടെ മുട്ടായി കഴിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു സുഖം, അങ്ങനത്തെ ഒരു സമാധാനത്തിൽ എനിക്ക് സംഭവം ഹാൻഡിൽ ചെയ്യാൻ പറ്റണുണ്ട്. അതെനിക്ക് തള്ള വൈബാണെന്ന് എനിക്കറിയൂടാ. പക്ഷെ എനിക്ക് അങ്ങനെ ഇരിക്കാൻ ഇഷ്ടം. എനിക്കൊരു പീസ് ഓഫ് മൈൻഡ് ഇരിക്കാൻ ഇഷ്ടം. എന്തിനാണ് ഇങ്ങനെ ഹർബറി കാണിച്ച് വെപ്രാളപ്പെടേണ്ട? പീസ് ഓഫ് മൈൻഡ്. തള്ള വൈബ് അത്ര മോശമായിട്ടുള്ള മെച്യൂരിറ്റി അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. മറ്റുള്ളവരുടെ അഭിപ്രായം എനിക്ക് ഇപ്പൊ വീടിന്റെ കാര്യം പറയണ്ടായി. കുറെ നാളത്തെ സ്വപ്നമാണ്. എനിക്ക് തോന്നുന്നു സ്ത്രീ സ്വർഗം അല്ലെ, ഒരു തമ്മിൽ അങ്ങനെയായിരുന്നു. സ്ത്രീ സ്വർഗം എന്ന് പറഞ്ഞിട്ടാണ് ഗംഗയുടെ ഫസ്റ്റ് വീടാണെന്ന് തോന്നുന്നു, ഫസ്റ്റ് വീടിന്റെ ഹോം ടൂർ നടത്തുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, പലരും വളരെ എന്താണ് ഈ പറയുന്നത് പോലെ ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള വീടുകൾ മാത്രം കാണിക്കുന്ന ഒരു സമയമാണ് ഈ ഹോം ടൂർ.
പക്ഷെ ഗംഗ ഒരിക്കലും അതിലൊരിതും എനിക്കിപ്പോൾ സംസാരിക്കുന്നിടത്തിലും ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ഗംഗയ്ക്ക് ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അതൊരു പ്രശ്നമാണെന്നല്ല പറയുന്നത്, ബട്ട് ആ ഒരു അനാവശ്യമായിട്ടുള്ള ആ ഒരു പ്രായത്തിൽ ഉണ്ടാവുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഒരു കൈൻഡ് ഓഫ് ഇല്ലായിരുന്നു. ഞാൻ ഇങ്ങനെയാണെന്ന് എല്ലാ സമയത്തും ഗംഗ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഇനിയിപ്പോൾ പുതിയൊരു വീട് വരാൻ പോകുന്നു, വലിയൊരു കാലത്ത് വലിയൊരു ഡ്യൂറേഷൻ ഉള്ളൊരു ഡ്രീമാണ്. ആ ഡ്രീം അത് നടപ്പിലാക്കാൻ പോകുന്നു എന്നറിയുന്ന ഒരു സന്തോഷ നിമിഷം. സംഭവം ആ ഹോം ടൂർ ഇല്ലേ, അത് ആ സമയത്ത് വീഡിയോ ചെയ്യുന്നത് ട്രെൻഡിങ് ആയിരുന്നു. എല്ലാവരും അവരുടെ ഹോം ടൂർ ചെയ്യുന്നു. അപ്പം നമുക്ക് സ്വന്തമായിട്ട് വീടില്ല, അപ്പോൾ ഞാൻ താമസിക്കുന്ന വീട് ഹോം ടൂർ ചെയ്യും. പക്ഷെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ, കാരണം എനിക്ക് ഇത്രയും നല്ല കമൻസ് ഒക്കെ വരുമെന്ന്. കാരണം ഇപ്പോഴും ആൾക്കാരുണ്ട്, ഞാൻ ആ ഹോം ടൂർ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു നാണക്കേട്, കാരണം ഇത്രയും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു നാണക്കേടും ഇല്ലാതെ ഞാനത് കാണിച്ചു. കാരണം എനിക്കങ്ങനെ നാണക്കേടില്ല. അങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കീറിയും പിന്നിയൊക്കെ തുണിയിട്ടുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ഒരു നാണക്കേടില്ല. കാരണം എനിക്കിതാണ് ഉള്ളത്. ഉള്ളത് ഇതാണ്, ഉള്ളതിനെ വൃത്തിയായിട്ടിട്ടുകൊണ്ട് നടക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കുള്ളത് ഇതാണ്. അപ്പോൾ ഇതിൽ ഞാൻ മോശം നാണക്കേട് എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ വീട്ടിലോട്ട് അങ്ങനെ ഒരു പരിപാടി എനിക്കില്ല, ഇപ്പോഴും ഇല്ല. ഇല്ലെങ്കിൽ ഇല്ല, ഞാൻ പറയും. ഉണ്ടെങ്കിൽ ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം വീടിൻ്റെ കാര്യം എന്ന് പറയുന്നത് എത്ര വർഷത്തെ സ്വപ്നം എന്ന് വെച്ചാൽ ഒരു 10 വർഷത്തെ സ്വപ്നമായിരിക്കും. കാരണം നമുക്ക് ആ ഒരു ബുദ്ധി ഉറച്ച കാലം മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ഞങ്ങളാരും ചവിട്ടി ഇറക്കാൻ പാടില്ല, നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന്. കാരണം എൻ്റെ അച്ഛൻ ഞങ്ങളെ വെളിയിലിട്ട് കഥ അടച്ചിട്ടുണ്ട്. പല മഴയത്തും ഒക്കെ ഞങ്ങളെ വെളിയിലിട്ട് കഥ അടയ്ക്കും. ഞങ്ങൾ സൈഡിലിരിക്കും, ബാത്റൂമിൻ്റെ സൈഡിലിരിക്കും, ഏതെങ്കിലും മരത്തിൻ്റെ മൂട്ടിയൊക്കെ ഇരുന്ന് ഉറങ്ങും. കുറച്ച് നേരം വെളുക്കുമ്പോൾ എണീറ്റ് പോവും, പുള്ളിക്കാരൻ തുറക്കും, യൂണിഫോം ഒക്കെ ഇടും, സ്കൂളിൽ പോവും. അങ്ങനെയുള്ള സ്ഥിരം അങ്ങനത്തെ കലാപരിപാടികളുണ്ടായിരുന്നു. നൈറ്റ് ഫുള്ള്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം പുള്ളിക്കാരൻ്റെ വീടായതുകൊണ്ടാണ്. ആ സമയത്ത് ഞങ്ങൾക്കൊരു വീടുണ്ടാകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരും അങ്ങനെ ഇറക്കൂല. ആരാണോ ഞങ്ങൾക്ക് സെക്യൂരിറ്റി തരേണ്ട ആൾ ഞങ്ങൾക്ക് അത്രയും ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കി. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരു വീട് വേണം, സ്വന്തമായിട്ട് ഒരു വീട് വേണം. നമ്മൾ ആരും ചവിട്ടി ഇറക്കാതെ. ഒരു വഴക്കുണ്ടാകുമ്പോൾ നീ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്നൊരാളും എൻ്റെ അടുത്ത് പറയാൻ പാടില്ല. ഗംഗയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നമുക്കിനി ഒരു ഇതിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു പേടി ഉണ്ടാവും. ആ ഒരു പേടി എന്തായാലും ഉണ്ടാവും. ആ ഒരു പേടിയെ മറികടന്ന് ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഇതിൽ എന്തായിരിക്കും നോക്കിക്കാണുന്നത്? എന്തായിരിക്കും അവർക്ക് വേണ്ട ഒരു ക്വാളിറ്റീസ് എന്നായിരിക്കാം? സംഭവം ഇപ്പോഴും എന്നാൽ നമുക്ക് ഏജ് വരുമ്പോഴത്തേക്കും നമ്മുടെ കോൺസെപ്റ്റ് മാറും. പണ്ട് നമുക്ക് വേറെ കോൺസെപ്റ്റ് ആയിരുന്നു. 21 വയസ്സ് കല്യാണം കഴിക്കണം, സെറ്റിലല്ല, കല്യാണം കഴിക്കുക, പ്രസവിക്കുക, മക്കൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴും ഞാൻ പ്രസവിക്കുക അങ്ങനെയൊന്നും മോശം, അങ്ങനെയല്ല ഞാൻ പറയണത്. ഞാൻ ആദ്യമൊക്കെ എൻ്റെ മൈൻഡ് സെറ്റ് ഞാൻ പറഞ്ഞുതരാം. മറ്റേ നമ്മൾ അമ്പലപ്പുഴ പാട്ടുണ്ടല്ലോ, അതിൽ പറയില്ലേ 4 ആളറിയെ കൈ പിടിക്കും, അതായിരുന്നു എൻ്റെ കോൺസെപ്റ്റ്. 4 ആളറിയെ കൈ പിടിക്കും, കുറച്ച് ടീനേജ് അല്ല, ഒരു ഡിഗ്രി ആ ഒരു ടൈമിൽ ഉള്ള കോൺസെപ്റ്റ്. 4 ആളറിയെ കൈ പിടിക്കും, അങ്ങനെയൊക്കെ ഒരു സംഭവമായിരുന്നു. പിന്നെ എൻ്റെ കോൺസെപ്റ്റ് മറ്റേ നമ്മളെ കല്ലായി കടവത്ത് പാട്ടുണ്ടല്ലോ, പെരുമഴക്കാലത്തില്, അതിൽ പറയുന്നുണ്ട് മറ്റേ പട്ടുറുമാല് വേണ്ട, മറ്റേ എന്തോന്ന് അത്തറിൻ മണം വേണ്ട, നെഞ്ചിലെ ചൂട് മാത്രം മതി, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്കൊന്നും ചെയ്തു തരണ്ട. ഇപ്പോഴും അങ്ങനെയാണ് കേട്ടോ, എനിക്കൊന്നും ആരും ഒന്നും ചെയ്തു തരണ്ട, എന്തെങ്കിലും വേണമെങ്കിൽ കഷ്ടപ്പെട്ടോളാം. പക്ഷേ എനിക്കൊരു ടൈം ആയപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇതൊന്നും അല്ല ലൈഫ്. കാരണം ഞാൻ റിയാലിറ്റി ഇതല്ല ഇത്. കാരണം എനിക്ക് കിട്ടിയിട്ടുള്ളത് റിയാലിറ്റി ഇങ്ങനെയല്ല. ഞാൻ ഇങ്ങനെയൊക്കെ കോൺസെപ്റ്റ് വെച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് നിന്നിട്ടുണ്ട്. പക്ഷെ എന്നെ ഇങ്ങനെയൊന്നും ആരും ട്രീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഇമോഷണലി ഒരു രീതിയിലും അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു അച്ഛനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഒരു ക്രേവിങ് ആയിരുന്നു. എനിക്ക് ഒരു എന്താ പറയുക, ഒരാളെന്നെ ടേക്ക് കെയർ ലൈക്ക് എ ബേബി ആയിട്ട് ടേക്ക് കെയർ ചെയ്യണം, ഒരാളെനിക്ക് ലൈഫ് വേണമെന്ന്. പക്ഷേ അതെനിക്ക് മനസ്സിലായി, അങ്ങനെയൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ലക്കാണ്. പക്ഷെ അങ്ങനെ കിട്ടൂയില്ലെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ സ്വയം എനിക്കറിയാം, ഇപ്പം അങ്ങനെ ഒരാൾ എന്നെ ഒരു ബേബി ആയിട്ട് ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ പോലും ഐ ക്യാൻ സർവൈവ്. എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്കിപ്പം. പിന്നെ ഒരു കോൺസെപ്റ്റ് ആദ്യമൊക്കെ മുമ്പ് വേറെ കോൺസെപ്റ്റായിരുന്നു. പൊക്കമുള്ള ചെറുക്കൻ, കട്ടത്താടി, മീശ, ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഒരു കോൺസെപ്റ്റായിരുന്നു.
ഫിസിക്കൽ അപ്പിയറൻസിന് പൊക്കം കാണാൻ ഇങ്ങനെ അങ്ങനെയല്ല, താടി വേണം, മീശ വേണം, പൊക്കം വേണം, ഇങ്ങനെയൊക്കെ. ഞാൻ പൊക്കം കുറവായതുകൊണ്ട് എനിക്ക് പൊക്കം വേണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിലെ. പക്ഷെ ഒരു പീരീഡായപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു പീരീഡായപ്പോൾ എനിക്ക് മനസ്സിലായി പൊക്കമോ വണ്ണമോ നിറമോ ഗ്ലാമറോ ഒന്നുമല്ല കാര്യം, അണ്ടർസ്റ്റാൻഡിങ് ആണ് കാര്യം. പരസ്പരം മനസ്സിലാക്കുക, പരസ്പരം സ്നേഹിക്കുക, ടേക്ക് കെയർ ഓഫ് ഈച്ച് അതർ, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഈഗോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും വർക്കാവില്ല. പിന്നെ എനിക്കൊരു വെച്ചാൽ എനിക്ക് ഇങ്ങനെ ചീറ്റ് ചെയ്യുന്ന ഒരാളെ എനിക്ക് ലൈഫിൽ അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. ഞാൻ എന്ത് ഷെയർ ചെയ്യാൻ റെഡിയാണ്. ഫുഡ് ഷെയർ ചെയ്യോ, എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ലിപ്സ്റ്റിക്ക് ഷെയർ ചെയ്യോ, ഞാൻ തരാം. എൻ്റെ ഡ്രസ്സ് ഷെയർ ചെയ്യാം, എന്ത് ഷെയർ ചെയ്യാം. പക്ഷേ ഒരു പാർട്ട്ണറിന് ഷെയർ ചെയ്യാനുള്ള ഒരു സംഭവമൊന്നും എനിക്കില്ല. ഇനി എന്താണ് മാറ്റം വരുത്താനായിട്ട് ലൈക്ക് കോണ്ടന്റ് ക്രിയേഷനിൽ? എൻ്റെ സ്വഭാവത്തിൽ അങ്ങനെയല്ല, കോണ്ടന്റ് ക്രിയേഷനിൽ എന്താണ് ഇനി ഒരു മാറ്റം വരുത്തണമെന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്? എനിക്ക് ഇപ്പം എൻ്റെ മെയിൻ പ്രശ്നം എൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. സ്റ്റേജ് ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ദേഷ്യം വരെ. എനിക്ക് എന്നെ കാണുമ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ട്, പക്ഷേ സ്ഥലമില്ല. ഇനി ഏതായിരിക്കും ഒരു ഫീൽഡ് നോക്കണമെന്ന് ആഗ്രഹമുള്ളത്, ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുള്ളത്? എനിക്ക് ബ്യൂട്ടി അല്ലാണ്ട് എനിക്കിങ്ങനെ പോഡ്കാസ്റ്റ് പോലെയൊക്കെ ചെയ്താൽ കൊള്ളാമെന്നാണ്. എനിക്ക് വർക്കാവും. അപ്പം എനിക്കിങ്ങനെ മീൻസ് എനിക്കിങ്ങനെ വിളിച്ചിരുത്തി നമുക്ക് മറ്റേ സംസാരിക്കുക, എനിക്കിങ്ങനെ കോൺവെർസേഷൻ ഇതുപോലെ സംസാരിക്കുക എന്നുള്ളതല്ലാതെ ഈ മറ്റേ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് അവരെ ബുദ്ധിമുട്ടിപ്പിച്ച് അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ഒരു പോഡ്കാസ്റ്റ് കഴിഞ്ഞ് പോകുമ്പം അവർക്കൊരു ഫീൽ തോന്നണം, ഒരു ഭാരം എന്തോ ഇറക്കി വെച്ച്, അല്ലെങ്കിൽ ഒരു ഭയങ്കര വൃത്തിയായിട്ട രീതിക്ക് തമ്മിലൊന്നും ഇടാത്ത രീതിക്കൊക്കെ അങ്ങനെയൊക്കെ ആ വരുന്ന ഗസ്റ്റിനെ കംഫർട്ടബിൾ ആക്കി വിടണം. അങ്ങനത്തെയൊക്കെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇപ്പം പറഞ്ഞില്ല, ഒന്നും എനിക്ക് ചിന്തിക്കാം. ഇപ്പം എൻ്റെ കണ്ണിൽ വീട് എന്നുള്ള. കാരണം ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഈ വീട് പണി പറയുമ്പോൾ അങ്ങ് തീരുമെന്ന്. ഇത് മറ്റേ സീരിയൽ പോലെയാണ്, തുടങ്ങി പക്ഷെ ഇത് അവസാനിക്കുന്നില്ല, ഒരു അവസാനമില്ലാതെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗംഗയുടെ ഇന്റർവ്യൂസ് കാണുന്ന സമയത്ത് അതിൽ പല ഈ പറയുന്നത് പോലെ പല ഇന്റർവ്യൂസിനും ഓൺലൈൻ മീഡിയാസ് ആയിക്കോട്ടെ ഏതായാലും പലരും അത് ഒരു പർട്ടിക്കുലർ ചിലപ്പോൾ നമ്മൾ സംസാരിച്ചു പോകുന്നതിനിടയ്ക്ക് വളരെ വളരെ ആവശ്യമില്ലാത്തൊരു സാധനം കൂടിയായിരിക്കും അതെടുത്ത് വളരെ എന്താണ് ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ട്. ഇപ്പം ഞാൻ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ലേ പ്രസവിക്കുന്നത്, അതൊരു മേ ബി അതായിരിക്കും പോണത്. ഗ്ലാമി ഗംഗയ്ക്ക് പ്രസവിക്കാൻ എൻ്റെ അമ്മ ഇത് കാണണം. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരുപാട് കോണ്ടന്റ്സ് എനിക്ക് തോന്നുന്നു ഗംഗയുടെ ഇന്റർവ്യൂസ് എടുത്തിരിക്കുന്ന പലരും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു സോഷ്യൽ മീഡിയ പ്രവണത എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് ഇപ്പം ഞാനൊരു ഓപ്പൺ ആയിട്ടൊരു കാര്യം ഞാൻ പറയാം. ഞാനിപ്പം ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ കുറച്ച് മീഡിയ ഉണ്ടായിരുന്നു. അപ്പം ഒന്നെങ്കിൽ ഞാൻ നടക്കണം, അവർക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം, ഒരു ആംഗിൾ വെച്ച് അവർ ഷൂട്ട് ചെയ്യുള്ളൂ. നമ്മളെ ഇപ്പം ഞാൻ അന്ന് സാരിയാണ് എടുത്തുകൊണ്ട് പോയത്. അപ്പം ഒന്ന് ആലോചിക്കുക, ഫുൾ കവർ ചെയ്ത് സാരി ഉടുത്തോണ്ട്. സാരി ഉടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആംഗിൾ വയ്ക്കാൻ സ്ഥലമില്ല. അതായത് അവർ ഉദ്ദേശിക്കുന്ന ആംഗിൾ വെച്ചിട്ട് അവർക്ക് വീഡിയോ എടുത്തിടാൻ സ്ഥലമില്ല. ഞാൻ നോക്കിയപ്പോൾ ഒരാളെൻ്റെ മണ്ടയ്ക്ക് കൊണ്ടുപോയി ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുത്തിട്ടേക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇനിയിപ്പം ഞാൻ എന്ത് മൂടിയിട്ട് നടന്നാലും അവർ ഏത് ആംഗിളിലേക്ക്, എനിക്ക് അതിനോട് താല്പര്യമില്ല. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇപ്പം ഞാൻ ചില മീഡിയസിൽ കണ്ടിട്ടുണ്ട്, ഒരു ആംഗിൾ വയ്ക്കും അവർ. ഇപ്പം നമ്മൾ ഇത്ര ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ അടിയുന്നൊരു ആംഗിൾ വയ്ക്കും, അവരിരുന്നിട്ട് അങ്ങനെ ഒരു ടൈപ്പ് വീഡിയോ. എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. ഇപ്പം കാരണം എനിക്കൊരു പണ്ടില്ലായിരുന്നു ഇത്രയും പ്രശ്നം. മുമ്പൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ക്യാമറ വയ്ക്കുന്നത് വൾഗറായിട്ട്. അവർക്കൊരു ആംഗിൾ ഉണ്ട്, ഇന്ന ആംഗിളിൽ നിന്ന് കിട്ടിയാൽ അവർക്ക് കുറച്ച് വൾഗറായിട്ടുള്ള കുറച്ച് ക്ലിപ്പ് കിട്ടും. മേ ബി ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്ന ആൾ വിചാരിക്കുന്നില്ല ഈ ഒരു ആംഗിളിലാണ് ഷൂട്ട് ചെയ്യണേന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, അതിന്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും മീഡിയാസിന്റെ അടുത്തൊക്കെ നമുക്ക് പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഒരു തവണ എനിക്ക് വന്നിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞു ഒന്ന് വേറൊന്ന് വന്നത് വേറൊന്ന്, അതൊന്ന് മാറ്റി. കാരണം ഞാൻ എൻ്റെ ഒരു കോണ്ടന്റിനെ കുറിച്ച് സംസാരിച്ചാണ് അവർ അതെടുത്തിട്ടാണ്.
വെച്ച് മാറ്റാൻ പറഞ്ഞു. പിന്നെ അവർ മാറ്റി, സ്പോട്ടിൽ മാറ്റി. പിന്നെ നമുക്ക് ഒരിടത്ത് സംസാരിക്കുമ്പം നമുക്ക് കുറച്ചുകൂടി സേഫായിട്ട് ഫീൽ ചെയ്യണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് വൾഗറായിട്ടല്ലാതെ ആ പറയുന്നത് കറക്റ്റ് രീതിയിൽ അവർക്ക് കിട്ടണം. അവർക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ അത് വേറൊരു രീതിയിൽ വളച്ചൊടിച്ച് ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഇതിനാണ് നമ്മൾ നുണ കുണ്ടണി എന്ന് നമ്മുടെ നാട്ടിൻ പുറത്തത് പറയാറുണ്ട്. ഓ കുണ്ടണി എന്ന് പറയാറുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഗംഗയുടെ വൊക്കാബുലറി ലിസ്റ്റ് ഭയങ്കര രസമാണ്. അതായത് ഭയങ്കര വെറൈറ്റി വേർഡ്സ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ എന്താ കുണ്ടണി. കുണ്ടണി കുണ്ടണി മീൻസ് കുസൃതി. ഞങ്ങൾ അവിടെ പറയുന്നതാണ്. അതായത് ഈ കൊച്ചു പിള്ളേർ കുസൃതി കാണിക്കുമ്പോൾ നമ്മൾ പറയും എന്ത് കുണ്ടണി ചെറുക്കനാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയൊക്കെ മുതുക്ക് ഈ വേർഡ് എനിക്കൊന്ന് കേരളത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും പരിചിതമായ പറഞ്ഞ ശേഷമാണ്. എന്താണ് ഈ മുതുക്ക്? മുതുക്ക് എന്ന് വെച്ചാൽ ഇറ്റ്സ് ടു ബിഗ്, വലുത്. വലിയ മുതുക്ക് പിടിച്ച വലിയ പെട്ടി, മുതുക്ക് ബാഗ് വലിയ ബാഗ്, അങ്ങനെയാണ്. അപ്പം എനിക്കൊരിക്കൽ കമൻ്റ് ഉണ്ടായിരുന്നു, ഗംഗ എപ്പോഴും മുതുക്ക് പറഞ്ഞാണ് ഗംഗയ്ക്കൊരു മുതുക്ക് ചെറുക്കനെ കിട്ടട്ടെ. അപ്പം ഞാൻ ചോദിച്ചു ഭഗവാനി ഒരു യമകണ്ഠനെയൊക്കെ കൊണ്ടുവരുമെന്ന്. അപ്പം അങ്ങനെ മുതുക്ക് മീൻസ് വലുത്. ഈ ഫീൽഡിലുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? പ്രശ്നം മീൻസ് എന്താണ്? അതായത് പെട്ടെന്നുള്ള ഈ ഒരു ഗ്രോത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ നിൽക്കുന്ന ഗ്രൂപ്പ് നോക്കണേ മനസ്സിലാവും. ഞാൻ എവിടെയാണോ ഹാപ്പിനെസ് ഞാൻ അവിടെ നിൽക്കാറുള്ളൂ, എവിടെയാണോ സന്തോഷം അവിടെ. ഇപ്പം നിങ്ങളിപ്പോൾ എന്നെ കാണുന്നുണ്ട്, ഞാനിപ്പോൾ ഇവിടെ സമാധാനമായിട്ട് ഇരുന്നത്, അതേസമയം ഞാൻ ഹാപ്പി ആവണ ഒരു മൊമെൻ്റ് ഉണ്ട്. ഞാൻ എക്സ്ട്രീം ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് എന്ന് വെച്ചാൽ ഒരു വെരുകിനെ പോലെ ഞാൻ നടക്കുന്ന മൊമെൻ്റ് ഉണ്ട്. അതൊന്നും ആരും കണ്ടിട്ടില്ല. പക്ഷെ അതൊക്കെ ചെറുതായിട്ട് കാണുമ്പോൾ ആൾക്കാരത് ഓവർ ആക്ടിങ് ആണ്, ഇതെന്ത് ഇപ്പം ഗംഗ ഓവറാണെന്ന്. കാരണം ഞാൻ ഹാപ്പി ആയിട്ടിരുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹൈപ്പർ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ചാടിത്തുള്ളി നടക്കും. ഇങ്ങനെ വരവേ സന്തോഷത്തോടെ ചുമ്മാ ഡാൻസ് കളിച്ച് നടക്കും. അപ്പം ആരും കണ്ടാൽ വിചാരിക്കും ഈ വട്ടാണ്, സീരിയസ്ലി. കാരണം ഇപ്പം ഈ ഇടയ്ക്ക് ശരുവിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ബർത്ത്ഡേക്ക് ഞങ്ങൾ ഡാൻസ് തുടങ്ങി. എല്ലാവരും ഡാൻസ് ആയിരുന്നു, കേക്കൊക്കെ കട്ടിയിട്ട് എല്ലാവരും ഡാൻസ് കഴിഞ്ഞ് ഒരു മൂലയ്ക്ക് വയ്യ, ഇത് അക്രമമൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കുകയാണ്. എന്നിട്ട് നമ്മൾ കന്യാകുമാരിയിലൊക്കെ പോയി കാറൊക്കെ ഓട്ടിക്കൊണ്ട് എല്ലാവരും റെസ്റ്റ്. ഞാൻ മാത്രം അവിടെ ഡാൻസ്. ആരുമില്ല, ഒരു പാട്ടൊക്കെ വെച്ച് ഞാൻ ചുമ്മാ സ്റ്റെപ്പൊക്കെ ഇട്ട്. കാരണം ഞാൻ അത്രയും ഹാപ്പിയാണ്. ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ്. അപ്പം മറ്റുള്ളവർക്ക് പിന്നെ നമ്മളൊരു സൊസൈറ്റിയുടെ പ്രശ്നം വെച്ചാൽ ഹാപ്പി വിമൻസ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ നസ്രിയാണ്. നസ്രിയുടെ അത് കാരണം നസ്രിയും ബേസിലും ഒരേപോലെയാണ്. കാരണം രണ്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള. പക്ഷെ കോൾ ഔട്ട് ചെയ്ത ആരെയാണ്? നസ്രിയ. ആ ഒരു എനിക്ക് ഹാപ്പി വിമൻ ആ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇപ്പോഴും നമ്മളെ സൊസൈറ്റിയിൽ മിക്കുള്ള ആൾക്കാരും വിചാരിക്കുന്നത് സ്ത്രീ എന്ന് പറയുന്ന ഒരാൾ, ഞാനൊരു മറ്റേ ആണുങ്ങളെ താല്പര്യം അങ്ങനെയല്ല, പെണ്ണുങ്ങളും അങ്ങനെയാണ് വിചാരിക്കുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ കരയുക, മാക്സിമം കരയാൻ പറ്റിയ കരയുക, ദുഃഖിച്ചിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കരുത്, വളരെ തലയൊന്നും ആട്ടാതെ കൈയൊന്നും അനക്കാതെ പറയൂ എന്നും പറയും, ഇങ്ങനെ ഇരിക്കുക. അതേസമയം നമ്മൾ കുറച്ച് അന്ന് ആക്റ്റീവായിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന, അതേസമയം എൻ്റെ വൈബിലുള്ള എനിക്കറിയാവുന്നുള്ള ഒരാൾ വന്നാൽ കൗണ്ടറും കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് ചിരിച്ച് ഭയങ്കര ഇതാവും, ബഹളം ഒച്ചപ്പാടാവും. അതങ്ങനെയാണ്, മനുഷ്യരങ്ങനെയാണ്. അതിപ്പം ആണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളാണ് അങ്ങനെ സന്തോഷിച്ച് അവർ ഹൈപ്പർ ആക്റ്റീവ് ആണൊക്കെ പറഞ്ഞെങ്കിൽ അവരെ പൊളി, അവരെ വൈബ് പൊളി, അവരെ ഇൻ്റർവ്യൂസ് പൊളി. അതേസമയം ഒരു സ്ത്രീ അത് ഭയങ്കര വിമൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ എല്ലാവരെയും പറയുന്നില്ല കേട്ടോ. വെച്ചാൽ ചില ആൾക്കാർ, അത് എല്ലാ കാറ്റഗറിയിലും ഉണ്ട്, ആണുങ്ങളെ കാറ്റഗറിയിലും പെണ്ണുങ്ങളെ കാറ്റഗറിയിലും പറയുന്നുണ്ട് എന്തോവറാണ്. അപ്പം ഹാപ്പി ആയിട്ടിരിക്കുന്ന ആർക്കും ഇഷ്ടമല്ല. എപ്പോഴും ഡൾ ഗ്ലൂമി ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ സന്തോഷം കിട്ടുമായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ ഇത് ചെയ്യുന്നുണ്ട്. സ്ത്രീകളാണെങ്കിൽ തന്നെ ഞാൻ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനായിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഗംഗയുടെ ഒരു ഫാമിലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി ഞാൻ 1.5 years ഡിഫറൻസ് ആണ്, അതേപോലെ തന്നെയാണ്. അപ്പൊ 2 കുട്ടികൾ ഏകദേശം ഒരേപോലെ വളർന്നു വരുന്ന 2 പെൺകുട്ടികൾ, അമ്മയുണ്ട്. അപ്പം അമ്മയുമായിട്ട് ഈ 3 സ്ത്രീകൾ ഇത് ചെയ്ത് വരുന്ന സമയത്ത് സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് അവർക്ക് ഈ കുട്ടീനെ വേഗം കല്യാണം കഴിച്ചു വിടുന്നില്ല, ഇങ്ങനെ ഒരു പ്രഷർ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു ഫംഗ്ഷൻ പോയപ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചു കല്യാണം ആയില്ലേന്ന്. എനിക്കിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ വയസ്സായ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കൂലേ, മക്കളെ വീട് വെച്ചില്ലേ, ഇനി കല്യാണം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചോദിക്കാറുണ്ട്, അമ്മച്ചി 10-90 ആയില്ലേ, മരിക്കണ്ടേ എന്ന് ചോദിക്കണ്ടേ, ഞാൻ അങ്ങോട്ട് ചോദിക്കണ്ടേ. പക്ഷെ ഞാൻ അങ്ങനെ ചോദിച്ചില്ല. എനിക്കങ്ങനെ ചില സമയത്ത് മനസ്സിൽ ചില സമയത്ത് ചോദിക്കാറുണ്ട്. എനിക്കിപ്പം എനിക്ക് കല്യാണത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം നമുക്കിപ്പം
ഒരു 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 ഇത് വേണം, നമ്മളൊരു പാർട്ട്ണർ വേണം, നമ്മൾ അയാളോട് ജീവിക്കാൻ പോകണം എന്നൊക്കെ ഉള്ളൊരു മെൻ്റൽ ഒരു ഇത് വേണം. അല്ലാതെ ചാടിത്തുടിയേ കല്യാണം അന്നത്തെ ദിവസം ഒരുങ്ങിയിരിക്കും. മുമ്പ് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ, അന്ന് ദിവസം ഒരുങ്ങിയിരിക്കാമല്ലോ, തലേ ദിവസം ഒരുങ്ങാം, പിറ്റേ ദിവസം ഒരുങ്ങാം, റിസപ്ഷൻ ഒരുങ്ങാം, സൂപ്പറായിരിക്കും, കുറേ മുല്ലപ്പൂവൊക്കെ വയ്ക്കാമല്ലോ എന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? എന്താണ്? ഇങ്ങനെ അങ്ങ് പോവുക, എനിക്ക് സമാധാനമായിട്ട് പോവുക, അത്രേ ഉള്ളൂ. എനിക്ക് സീരിയസ്ലി എനിക്ക് വേണ്ടത്, എനിക്ക് സമാധാനമുള്ള ഒരു ലൈഫാണ് വേണ്ടത്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ലേ, അമ്മ അച്ഛന്മാരെ വെച്ചിട്ട് എന്തെങ്കിലും ബിസിനസ്, എന്തെങ്കിലും ഒരു ഓണ്ടർപ്രണർഷിപ്പ്, അങ്ങനെ അവരെ വെച്ചിട്ട് എന്തെങ്കിലും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അവർക്കൊരു ഏണിങ്സ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സ്പോൺസർ ചെയ്യണം, അപ്പൊ അതിനെനിക്ക് വരുമാനം വേണം. അപ്പൊ അതിനും ഉള്ളൊരിത് നോക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. വീടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് സമാധാനമായിട്ട് ഒരുപാട് രാജ്യങ്ങളൊക്കെ പോകണം, ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടണം. വെച്ചാൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആ ഒരു ടൈപ്പ് അല്ല, പരിചയപ്പെടണം, ഹാപ്പി ആയിട്ട് സമാധാനപരമായിട്ട് മുമ്പോട്ട് പോവുക. അപ്പൊ ഗംഗയുടെ ആഗ്രഹങ്ങളെല്ലാം ഈ പറയുന്ന പോലെ ഒരു നല്ല വീടും എന്താണ് കുടുംബവും എല്ലാവരും ഹാപ്പി, അമ്മയും അനിയത്തേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് ട്രിപ്പുകളൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചർ വരട്ടെ. താങ്ക് യു. നമുക്ക് അപ്പൊ ഒന്നുകൂടി എടുക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.